ആസ്മ, അലർജി, SLE പോലുള്ള ഓട്ടോഇമ്യൂൺ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കായി തുടർച്ചയായി സ്റ്റീറോയിഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. സ്റ്റീറോയിഡ് മരുന്നുകൾ കൂടുതൽ കാലം ഉപയോഗിച്ചാൽ അമിതവണ്ണം, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമാകാം. ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതിലൂടെയാണ് സ്റ്റീറോയിഡ് മരുന്നുകൾ അസ്വസ്ഥതകളും രോഗലക്ഷണങ്ങളും കുറയ്ക്കുന്നത്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ അണുബാധയും ക്യാൻസറും ഒക്കെ ഉണ്ടാകാം. സ്റ്റീറോയിഡ് മരുന്നുകൾ മാത്രമല്ല, പനിക്കായി കഴിക്കുന്ന പാരസെറ്റമോളും, ഹൃദ്രോഗികൾ കഴിക്കുന്ന ബ്ലഡ് തിന്നർ ആസ്പിരിനും, അസിഡിറ്റിക്കായി കഴിക്കുന്ന മരുന്നുകളും, ക്യാൻസർ മരുന്നുകളും ഒക്കെ ഒന്നോ അതിലധികമോ രീതിയിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്നതിലൂടെയാണ് അസ്വസ്ഥതകൾ കുറയ്ക്കുന്നത്. അസ്വസ്ഥതകൾ കുറയ്ക്കാനും ക്രിട്ടിക്കൽ സ്റ്റേജിൽ പലപ്പോഴും രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിലും ഇത്തരം ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ അവയുടെ തുടർച്ചയായുള്ള ഉപയോഗം പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. ഏതൊക്കെയാണ് ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന മരുന്നുകൾ? എന്താണ് സ്റ്റീറോയിഡ്? അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പാർശ്വഫലങ്ങൾ എന്തൊക്കെ? സ്റ്റീറോയിഡുകളും ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കാനുള്ള മരുന്നുകളും ഉപയോഗിക്കുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം? എങ്ങനെ ഇത്തരം മരുന്നുകളിൽ നിന്ന് മോചനം നേടാനാകും? രോഗമുണ്ടാക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മരുന്നിന്റെ സഹായമില്ലാതെ മോചനം നേടാനാകണം. അതായത് മരുന്നിൽ നിന്നും മോചനം നേടണമെങ്കിൽ രോഗത്തിൽ നിന്നും മോചനം നേടണം. അതെങ്ങനെ സാധ്യമാക്കാം എന്ന് നോക്കാം. ഇൻഫ്ലമേഷനെ മരവിപ്പിക്കുന്ന മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റീറോയിഡ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ഈ സ്റ്റീറോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ? അതുപോലെ നമ്മൾ സ്റ്റീറോയിഡ്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന മരുന്നുകൾ മാത്രമല്ല, നമ്മൾ ഈ മസിലൊക്കെ വീർപ്പിക്കാനായിട്ടും സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുമെന്ന് പറയുമല്ലോ. അപ്പം എന്തൊക്കെയാണ് ഈ സ്റ്റീറോയിഡ് മരുന്നുകൾ എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഒന്ന്, ബേസിക്കലി സ്റ്റീറോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് നമ്മൾ കൊളസ്ട്രോളാണ്. നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് മരുന്നെടുക്കുമല്ലോ. അപ്പോൾ കൊളസ്ട്രോൾ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റീറോയിഡ് എന്ന് പറയുന്നത്. മിക്കവാറും ഉള്ള സ്റ്റീറോയിഡ് മരുന്നുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. സ്റ്റീറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിയിൽ മെയിൻലി ഒന്ന് അഡ്രിനൽ ഗ്ലാൻഡ്, നമ്മുടെ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന അഡ്രിനൽ. രണ്ടാമത്തത് ആണുങ്ങളിലാണെങ്കിൽ ടെസ്റ്റിസ്, ലേഡീസിലാണെങ്കിൽ ഓവറീസ്. അവിടെയാണ് മെയിൻലി നമ്മൾ ഈ സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നെക്സ്റ്റ് മിനറലോകോർട്ടിക്കോയിഡ് ആണ്. അത് ബേസിക്കലി BP കൺട്രോൾ ചെയ്യുന്നത് മിനറലോകോർട്ടിക്കോയിഡ് ആണ് ശരിക്കും. അതിൽ തന്നെ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. മിനറലോകോർട്ടിക്കോയിഡിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആൽഡോസ്റ്റിറോൺ ആണ്. അത് നമ്മളുടെ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. BP കൺട്രോളും ശരിക്കും ഇലക്ട്രോലൈറ്റ് കൺട്രോളും, സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ബൈകാർബണേറ്റ്, ഈ കൺട്രോളും ശരിക്കും പാരലായിട്ടാണ് പോകുന്നത്. ഈ സോഡിയം കുറഞ്ഞു പോകുന്ന അസുഖമുള്ളവർക്ക് ആൾഡോസ്റ്റിറോൺ കുറഞ്ഞു പോയി സോഡിയം കുറഞ്ഞു. അതിന് നമ്മുടെ സിന്തറ്റിക് ഫോമാറ്റ് ഉള്ളത് ഫ്ലൂഡ്രോകോർട്ടിസോൺ എന്നുള്ളതാണ്. അത് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. അതൊരു റെയർ അസുഖമാണ്. അതുകൊണ്ട് പിന്നെ സെക്സ് ഹോർമോൺസ് ആണ്. സെക്സ് ഹോർമോൺ മെയിലിലാണെങ്കിൽ ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ് മെയിൻലി. ഫീമെയിലിലാണെങ്കിൽ മെയിൻലി ഈസ്ട്രോജൻ ആണ് ഫീമെയിൽ ഹോർമോൺ. അതുകൂടാതെ നമ്മൾ ലേഡീസിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിനെയും പ്രഗ്നൻസിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ് വേറൊരു ഹോർമോണുണ്ട്. ഇതെല്ലാം സ്റ്റീറോയിഡ് വിഭാഗത്തിലാണ് വരുന്നത്. നമ്മൾ ഈ മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡാണ്, ഇമ്മ്യൂണോസപ്രസൻസ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ആൽഡോസ്റ്റിറോണിൻ്റെ ഡെറിവേറ്റീവ് ഇതുള്ളത് വളരെ റെയർലി ഉപയോഗിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളമാണ് പല കാര്യങ്ങൾക്കും നമ്മൾ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ ഈ പോസ്റ്റ് മെനോപോസിലായിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഈ സ്റ്റീറോയിഡ് ഹോർമോൺസ് ഏറ്റവും കൂടുതൽ ലേഡീസിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉപയോഗിക്കുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ടും, മെൻസ്ട്രൽ ബ്ലീഡിങ് കറക്റ്റ് ചെയ്യാനും, ഈവൻ നമ്മൾ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആയിട്ട് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് നമ്മളുടെ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ആസ്പെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്.
നെക്സ്റ്റ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നതാണ്. അത് ബോഡി ബിൽഡിംഗ് ആണ്. ബേസിക്കലി ബോഡി ബിൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പല ഹോർമോൺസും ആ ഗ്രൂപ്പിലാണ് വരുന്നത്. അതുപോലെ മെയിൽ ഹോർമോൺസിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ളത് എടുക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പ്രോബ്ലംസിലായിട്ട് ഉപയോഗിക്കുന്ന ശരിക്കും ഈ ട്രാൻസ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസിൽ മെയിലിനെ ഫീമെയിലാക്കിയാൽ ഫീമെയിൽ ഹോർമോൺസ് കൊടുക്കും. അതുപോലെ ഫീമെയിലിനെ മെയിലാക്കാനായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ട്രാൻസ്ജെൻഡർ പ്രോബ്ലംസ് അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ചേഞ്ചസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മെയിലിനാണെങ്കിൽ മെയിലാക്കാനായിട്ട്, ലേഡീസിനാണെങ്കിൽ ലേഡീസിൻ്റെ ഹോർമോൺസിനെ സപ്രസ് ചെയ്തുകൊണ്ടോ അല്ലെ ഫീമെയിൽ ഓർഗൻസിനെ മാറ്റിയിട്ട് അതിന് പകരം മെയിൽ ഹോർമോൺസ് കൊടുക്കും. അതുപോലെ മെയിലിനെ ഫീമെയിലാക്കാനാണ് മെയിൽ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലെന്നാക്കിയിട്ട് ഫീമെയിൽ ഹോർമോൺസ് കൊടുക്കും. ഇതിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ ഹോർമോൺസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇമ്മ്യൂണോ സപ്രഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഡിക്കേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബേസിക്കലി 5 തരം മരുന്നുകളാണ് ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഡയറക്റ്റ്ലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന മരുന്നുകൾ, ഹൈഡ്രോകോർട്ടിസോൺ, അതുപോലെ അതൊക്കെയാണ് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് പെട്ടെന്ന് ഒരു അനഫിലാക്റ്റിക് റിയാക്ഷൻ വന്നു അല്ലെങ്കിൽ ഒരു അലർജിക് റിയാക്ഷൻ വന്നു ഇമ്മീഡിയറ്റ് ലൈഫ് സേവിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ മരുന്നുകളാണ്. അതിൻ്റെ തന്നെ ടാബ്ലറ്റ് ഫോമാറ്റാണ് പ്രെഡ്നിസോളോൺ, മിഥൈൽപ്രെഡ്നിസോളോൺ, ഡെക്സാമെഥസോൺ എന്നൊക്കെ പറയുന്നത്. അതപ്പം കംപ്ലീറ്റ് ഒരു ഇമ്മ്യൂണോ സപ്രഷൻ, ഒരു ബ്രോഡ് സ്പെക്ട്രമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് സൈറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടൈപ്പ് മരുന്നുകളാണ്. അതാണ് മെയിൻലി ക്യാൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്യാൻസറിന് ഉപയോഗിക്കുന്ന സൈറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ സെല്ലുകളുണ്ടല്ലോ, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽസ് ഒക്കെ, അതിനെ അങ്ങ് ഒന്നെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ അങ്ങ് മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഹൈ ഡോസിലും ശരിക്കും ക്യാൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് തന്നെ കുറച്ചുകൂടി ലോ ഡോസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ആർത്രൈറ്റിസ്, SLE അങ്ങനത്തെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഉള്ളത് ആൻറ്റിബോഡി ഗ്രൂപ്പിലാണ്. ആൻറ്റിബോഡീസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മരുന്നുകളാണ് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ വരും. അതാണ് ആൻറ്റിബോഡീസ്. അത് ആൻറ്റിബോഡീസ് ശരിക്കും നമ്മുടെ ഇൻ്റർലൂക്കിൻ, അതുപോലെ T സെൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് അല്ലെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഇൻ്റർലൂക്കിൻ, IL-2, IL-6 എന്നൊക്കെ പലതരം മരുന്നുകളുണ്ട്. അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള T സെൽസ്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ തന്നെ മെയിൻ സെൽസാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ഇതും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്മ്യൂണോഫിലിൻസ് എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പുണ്ട്. അതാണ് ഏറ്റവും ഈ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ഒരു സപ്രഷൻ കിട്ടാൻ വെരി സ്ട്രോങ് ഇമ്മ്യൂണോ സപ്രസൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന മരുന്നുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നത്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന വരുന്നത് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് വരുന്ന കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സൈക്ലോസ്പോറിൻ ഉണ്ട്, പിന്നെ ട്രാക്കോലിമസ് ഉണ്ട്, കുറേ മരുന്നുകൾ അതിനകത്തുണ്ട്. അതിൽ തന്നെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സൊറ്റാറോലിമസ് എന്ന് പറഞ്ഞിരുന്നു വേറൊരു മരുന്നുണ്ട്. അതാണ് ഈ നമ്മൾ ഈ സ്റ്റെൻറ്റ് ഇടുമല്ലോ, സ്റ്റെൻറ്റ് ഇടുമ്പോൾ അതിൽ കോട്ട് ചെയ്യുന്ന ഡ്രഗ് ഇലൂട്ടിങ് സ്റ്റെൻറ്റ് എന്ന് പറയും. നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെൻറ്റ് ഇടുക എന്ന് പറയുമ്പോൾ അതിന് കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇമ്മ്യൂണോ സപ്രസൻറ്റിൽ വരുന്ന ഒരു സെറ്ററോലിമനസ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് അതിനെ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പിൽ വരുന്നത് ഇപ്പം ഇതൊക്കെ ലേറ്റസ്റ്റ് മരുന്നുകളാണ്. TNF ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും, അതായത് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ അഡാലിമുബാബ്, മൈക്കോഫെനോലേറ്റ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വെരി സ്ട്രോങ് ആയിട്ട് ഇങ്ങനത്തെ ഇതാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഇതിലൊക്കെ ഇതിൻ്റെ പേര് തന്നെ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ഇൻഹിബിറ്റേഴ്സ് എന്ന്. ട്യൂമർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ, ട്യൂമർ മുഴകൾ വരുത്തുന്ന സാധനം, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, പിന്നെ ട്യൂമർ നെക്രോസിസ് ഫാക്ടറിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ മരുന്നുകളുടെയൊക്കെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നുള്ളതാണ്. നെക്സ്റ്റ് ഉള്ള വേറെ ഇമ്മ്യൂണോ സപ്രസൻസ് നോക്കിയാൽ നമ്മൾ NSAID, നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ടല്ലോ. അപ്പോൾ ഈ ആസ്പിരിന് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് കുറയാൻ, ആക്ച്വലി ക്ലോട്ടിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണിറ്റിയുടെ ആക്ഷനാണ്. അതിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ നമ്മൾ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയുന്നത്
ഈവൻ പാരസിറ്റമോള്, ആസ്പിരിന്, എല്ലാ പെയിൻ കില്ലേഴ്സും തന്നെ ഇതെല്ലാം ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പം അതും ഇൻ ഇഫക്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ സിംറ്റംസ് എല്ലാം തന്നെ നമുക്ക് വേദനകൾ, പനി, എല്ലാ അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകൾ നമുക്ക്, അതായത് സിംറ്റംസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ എല്ലാം നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ബേസിക്കലി. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ലോങ് ടൈം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പം അതിൻ്റെ മെയിൻ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ്സ് ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ഗെയിൻ ആണ്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് വരാം, അതായത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വന്ന് ഫ്രാക്ചേഴ്സ് വരാം. പിന്നെ പലപ്പോഴും സൈക്യാട്രിക് പ്രോബ്ലംസ് വരാം. ഇപ്പം സ്റ്റിറോയിഡ് ഡെമെൻഷ്യ എന്ന് പറഞ്ഞ് തന്നെ ഒരു ഇത് വരാം, അതായത് സ്റ്റിറോയിഡ് ലോങ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മക്കുറവ് വരാം. പിന്നെ മൊത്തത്തിൽ ഇമ്മ്യൂണോസപ്രഷൻ വരുമ്പോഴേക്കും ഇൻഫെക്ഷൻ വരാം, ക്യാൻസർ വരാം. ഇത് കൂടാതെ അതൊക്കെ ഒരു മേജർ ഇത് കൂടാതെ ഹൈപ്പർ ടെൻഷൻ വരാം, പ്രഷർ കൂടാം, കൊളസ്ട്രോൾ ഡിസ്ലൈപ്പിഡീമിയ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടാം, ഷുഗർ കൂടാം. അപ്പം ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ സ്റ്റിറോയിഡ്സും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മരുന്നുകളും ലോങ് ടൈമിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് ഡയബറ്റിസ് വരാം. പിന്നെ അസിഡിറ്റി വരാം, പെപ്റ്റിക് അൾസേഴ്സ്, കുടലിനുള്ളിൽ അൾസർ വരാം. പിന്നെ ഈ ഓവർ വെയിറ്റ് വന്ന ലൈപ്പോഡിസ്ട്രോഫി എന്ന് പറയും, ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ വരാം. അതിലൊരു മൂൺ ഫേസ് എന്ന് പറയും, അതായത് മുഖമൊക്കെ വണ്ണം വെച്ച്, ശരിക്കും മൂൺ ഫേസ് എന്ന് പറയുമ്പോൾ ഒരു മുഖം റൗണ്ടായിട്ട് വരും. നെക്സ്റ്റ് ഈ മരുന്നുകളുടെയൊക്കെ ഏറ്റവും വലിയ വേറൊരു ഇമ്പാക്റ്റ് എടുക്കുന്ന ഓർഗൻസ് ലിവറും കിഡ്നിയാണ്. അപ്പം ലിവറിനും കിഡ്നിക്കും ഇഞ്ചുറി വരാമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ തന്നെ കിഡ്നിക്ക് പ്രോബ്ലം വരുത്തിയെന്നിരിക്കും. അത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും കയറി വരാം. പലപ്പോഴും കിഡ്നി വൺസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഫെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ മരുന്നുകളിൽ നിന്ന് തന്നെ വരുന്ന പ്രോബ്ലം കൊണ്ട് കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ആ മരുന്ന് നിർത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആ രോഗം തന്നെ മാറിയാലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ സ്റ്റിറോയിഡ് മരുന്നുകളും അല്ല ഇമ്മ്യൂണോസപ്രസൻസും ഒക്കെ ജനറലി ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ബേസിക്കലി ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങൾ വരുമ്പം അതിനെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അതിൻ്റെ നമ്മളുടെ ബോഡിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുമ്പം ബോഡിയിൽ വരുന്ന ചില കെമിക്കലുകളുണ്ട്, അതാണ് നമുക്ക് പനി ഉണ്ടാക്കുന്നതും വേദന ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നീരുണ്ടാക്കുന്നതും തടിപ്പ്, ചുമപ്പ്, ഇങ്ങനെയൊക്കെയാണല്ലോ രോഗലക്ഷണങ്ങൾ പറയുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം നമ്മളുടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില കെമിക്കലുകൾ കൊണ്ടാണ്. അപ്പം നമ്മൾ മരുന്നായിട്ട് തരുന്നത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കെമിക്കലുകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് തരുന്നു. അപ്പം അതാണ് ബേസിക്കലി ഇപ്പം നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലത്തിലേക്കൊക്കെ പോകുമ്പം നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ തന്നെ വെരി ഹൈ ഡോസിലാണ് തരുന്നത്. അപ്പം നമ്മളിപ്പോൾ സ്റ്റിറോയിഡ് ഡോസ് ഹൈ മരുന്നുമ്പോൾ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർക്ക് അത് കൂടും, അതാണ് അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. അതുപോലെ ഓൾറെഡി ഇൻഫെക്ഷൻ ആണല്ലോ, അപ്പം ഇൻഫെക്ഷൻ വരുമ്പം ഗ്ലൂക്കോസ് കൂടി ഷുഗർ കൺട്രോൾ വരാതെ വരുമ്പോഴേക്കും അതിൻ്റെതായ സൈഡ് ഇഫക്റ്റ് അവിടെ വരും. അപ്പം ഇതൊക്കെയാണ്, ഇതൊരു കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി നമ്മളുടെ ബോഡിയിൽ സെൽസ് ഡാമേജ് ആകുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതിനെ മാറ്റി പുതിയതിനെ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 2 പാർട്ടാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഇൻഫ്ലമേഷനും, 2 ആൻറ്റി ഇൻഫ്ലമേഷനും. അത് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധ പ്രവർത്തനം, ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഡാമേജ് ആയിട്ടുള്ള സെൽസിനെ മാറ്റി പുതിയതുണ്ടാക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ പാരലായിട്ട് കറക്റ്റായിട്ട് പോകാതെ ഇൻഫ്ലമേഷൻ വന്ന് കൂടുതൽ സെല്ലുകൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക, അതിന് പകരം പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നില്ലെങ്കിലാണ് നമ്മൾ രോഗം മൂർച്ഛിച്ച് മരണാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെരി സിക്കായിട്ടുള്ളവർക്കും ഒക്കെ നമ്മൾ ഈ കൂടുതൽ സെല്ലിനെ പെട്ടെന്ന് ഡാമേജ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിക്ക് അതിന് പാരലും ഉണ്ടാക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസ് ഒരു റീസൺ തരാൻ, പിന്നെ വേദനകൾ കുറയ്ക്കാനായിട്ട്, അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ട്, ഈ 2 രീതിയിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് കൺട്രോൾ ആക്കി ഒരു ബാലൻസിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രോഗത്തിന് കാരണമായിട്ടുള്ള അതിനെ മാറ്റാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരുന്നത് മിക്കവാറും ഈ സ്റ്റിറോയിഡ്സും ഇങ്ങനത്തെ മരുന്ന് എടുക്കുന്ന ആസ്മ, അലർജി, ഇതിനൊക്കെയാണ്. പിന്നെ ക്യാൻസറിനാണെങ്കിൽ വെരി ഹൈ ഡോസ് ഒന്നിച്ച് തരും, അത് കഴിഞ്ഞ് നിങ്ങളുടെ സൈക്ലിക്കലായിട്ടായിരിക്കും തന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഇതെല്ലാം നമുക്ക് ബോഡിക്ക് അതിൻ്റെതായ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ ഡാമേജും വരുത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമുക്ക് മരുന്നിൽ നിന്ന് മാറണമെങ്കിൽ രോഗത്തിൽ നിന്ന് തന്നെ മാറണം. രോഗത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗത്തിൻ്റെ ബേസ് എന്താ? ബേസിക്കലി ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ ഇതിലാണ് കിടക്കുന്നത്. അപ്പം നമ്മളുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന അറിഞ്ഞോ അറിയാതെയോ വന്നിരിക്കുന്ന അപാകതകളാണ്. അപ്പം ഈ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ഡയബറ്റീസിൻ്റെ ഒരു പ്രീ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ്റെ തുടക്കമോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോളിൻ്റെ തുടക്കമോ പോലെയുള്ള സ്റ്റേജിലാണെങ്കിൽ നമുക്ക് സ്വയം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത് ഫുഡ് കൺട്രോൾ ചെയ്ത് നമുക്ക് പറ്റും. പക്ഷെ ഓൾറെഡി ഓൺ ഇമ്യൂണോസപ്രസൻസ് പോലെയുള്ള സ്റ്റിറോയിഡ്സും അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള മരുന്നുകളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സെൽഫായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ഒരു സപ്പോർട്ടോട് കൂടിയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് വേണ്ടത്. ഇപ്പം ബേസിക്കലി എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള രോഗികൾക്ക് വർഷങ്ങളായിട്ട് സ്റ്റിറോയിഡ്സും ഇപ്പം ആസ്മയാണെങ്കിൽ ഇൻഹെയിലർ പോലെയുള്ള മരുന്നുകളും ഈവൻ അതുകൊണ്ടും പറ്റാതെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇമ്യൂണോ മോഡുലേറ്റേഴ്സ് പോലെയുള്ള മരുന്നുകളും ഒക്കെ ഉപയോഗിക്കുന്നവർ, അതുപോലെ സ്കിൻ ഡിസീസ്, ആർത്രൈറ്റിസ്, SLE ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്കും ആണ് നമ്മൾ ഇമ്യൂണോസപ്രസൻ, അതുപോലെ ഹാർട്ടിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഒക്കെ പോലെയുള്ള മരുന്ന് എടുത്തുകൊണ്ടിരിക്കുക. ഇത്തരം രോഗികൾക്ക് നമ്മൾ ആ മരുന്നിൽ നിന്ന് മാറ്റി മരുന്നില്ലാതെ അതേസമയത്ത് സിംറ്റോം ഇല്ല, അതുപോലെ ബ്ലഡിൽ ഇപ്പം ബ്ലഡ് പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫ്ലമേറ്ററി പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ രോഗങ്ങളുണ്ടോയെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എക്സ്റ്റെൻഡ് എത്ര ഇൻഫ്ലമേഷൻ ഉണ്ടെന്നൊക്കെ അറിയാൻ ഇൻഫ്ലമേറ്ററി പാരാമീറ്റേഴ്സ്, ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ്, ഇതിങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ബ്ലഡ് പാരാമീറ്റേഴ്സും സിംറ്റമാറ്റിക് റിലീഫും രണ്ടും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് മരുന്നും ഇല്ലാതെ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 2 വിഭാഗങ്ങളാണുള്ളത്. ആദ്യത്തേത് ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധം, രണ്ടാമത്തേത് ആൻറ്റി ഇൻഫ്ലമേഷൻ അഥവാ റിപ്പയർ ഓർ ഹീലിംഗ്. 2, എല്ലാ രോഗലക്ഷണങ്ങൾക്കും കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിലെ ഇൻഫ്ലമേഷൻ വിഭാഗം ശക്തിപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. 3, വേദന, പനി, ചുവപ്പ്, തടിപ്പ്, ക്ഷീണം എന്നീ 5 ലക്ഷണങ്ങളിലൂടെ ശരീരഭാഗങ്ങൾ നമ്മോട് പറയാൻ ശ്രമിക്കുകയാണ് വിഷാംശം ശരീരത്തിൽ എത്തിയിരിക്കുന്നു, സൂക്ഷിക്കുക എന്ന്. 4, വാക്സിനേഷനുകളും ആൻറ്റിബയോട്ടിക്കുകളും രോഗകാരണമായ അണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെയാണ് രോഗമുക്തിയെ സഹായിക്കുന്നത്. ചിലപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ തന്നെ സെല്ലുകളെയോ നമുക്ക് സഹായിയായി പ്രവർത്തിക്കുന്ന അണുജീവികളെയോ കൂടി നശിപ്പിക്കുമ്പോഴാണ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത്. 5, വാക്സിനേഷനുകളും ആൻറ്റിബയോട്ടിക്കുകളും ഒഴിച്ചുള്ള ഒട്ടുമിക്ക മോഡേൺ മെഡിസിൻ മരുന്നുകളും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിലൂടെ അഥവാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട സെല്ലുകളുടെയും ആൻറ്റിബോഡി പോലെയുള്ള വസ്തുക്കളുടെയും പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിലൂടെയോ അവയുടെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യുന്നതിലൂടെയോ പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറച്ചാണ് അസ്വസ്ഥതകളും രോഗലക്ഷണങ്ങളും കുറച്ചു നിർത്തുന്നത്. 6, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ എല്ലാം തന്നെ ആൻറ്റി ഇൻഫ്ലമേഷൻ അഥവാ രോഗകാരണമായ കേടായ സെല്ലുകളെ മാറ്റി പുതിയവയെ ഉണ്ടാക്കുന്ന രോഗമുക്തിക്ക് ആധാരമായ പ്രവർത്തനങ്ങളെയും മരവിപ്പിക്കും. 7, രോഗപ്രതിരോധവും രോഗമുക്തിയും ഉത്തമമായിരിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങളും ആൻറ്റി ഇൻഫ്ലമേഷൻ അഥവാ റിപ്പയർ പ്രവർത്തനങ്ങളും സമതുലിതാവസ്ഥയിൽ നടക്കുമ്പോഴാണ്. 8, ഇൻഫ്ലമേഷൻ അമിതമായി കൂടുതൽ കോശങ്ങൾ ഒന്നിച്ച് നശിപ്പിക്കപ്പെടുകയും പകരം ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുമ്പോഴാണ് രോഗം മൂർച്ഛിക്കുന്നതും മരണം സംഭവിക്കുന്നതും. 9, പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കപ്പെടുന്ന വെളുത്ത രക്താണുക്കൾ, ആൻറ്റിബോഡി, ഇന്റർലൂക്കിൻ തുടങ്ങിയവയുടെ ഉൽപാദനത്തെയും പ്രവർത്തനങ്ങളെയും ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകൾ വളരെ ശ്രദ്ധാപൂർവം നിയന്ത്രിതമായി കുറച്ചു കാലത്തേക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അവയുടെ ദീർഘകാലത്തെ ഉപയോഗം പ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കി കൂടുതൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് കാരണമാകും. 10, വൃക്ക, കരൾ തുടങ്ങിയ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന മരുന്നുകൾ ജീവിതകാലം മുഴുവൻ നിർത്താതെ കഴിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൽ കൃത്രിമ വാൽവോ പേസ് മേക്കറുകളോ നിക്ഷേപിച്ചിട്ടുള്ളവർ ഹൃദയത്തിനുള്ളിൽ രക്തക്കട്ടകൾ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നും ജീവിതകാലം മുഴുവൻ കഴിക്കണം. 11,
ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലി രോഗങ്ങൾക്കായി കഴിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളും വളരെ കുറഞ്ഞ കാലം കൊണ്ട് മിക്കവരും 30 ദിവസത്തിനുള്ളിൽ തന്നെ കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ കഴിയുന്നു എന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന പാർശ്വഫലങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലുമുള്ള സാധ്യതയുണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നെഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയനാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുൻപ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് ഉത്തമമായി പ്രവർത്തിക്കാൻ
ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ ഈ ഇമ്മ്യൂണോസപ്രസൻറ്റ് അതല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന മരുന്നുകളും മറ്റു മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മാറാൻ പറ്റുന്നതെന്നുള്ള എൻ്റെ എക്സ്പീരിയൻസസ് പറയാം. ബേസിക്കലി ഞാൻ ക്ലിനിക്കലി സപ്പോർട്ടഡ്, അതായത് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി. അപ്പോൾ ക്ലിനിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരെന്താണ് കഴിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്താണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്ന് ഭക്ഷണമാണ് വരുന്നത്, പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസാണ് വരുന്നത്. അപ്പോൾ അത് എന്താണ് അവർ പേഷ്യൻ്റ് രോഗി കഴിക്കുന്നതെന്നും എന്താണ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റിക്കും ഒരു കൺട്രോൾ ഉണ്ടെങ്കിലാണ് നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെ ഒരു ക്ലിയറായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും മനസ്സിലാക്കി കൊടുത്ത് അത് കഴിച്ചുകൊണ്ട് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നതെന്നുള്ളതാണ്. അപ്പം യൂഷ്വലി ഇത്തരം രോഗികൾക്ക്, അതായത് ലോങ് ടൈം കുറേ കാലങ്ങളായിട്ട് ഈ ഇമ്മ്യൂണോസപ്രസൻസ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മിക്കവാറും അവർ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും മറ്റ് ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സും കൂടെ വന്നിട്ടുണ്ടാകും. അതാണല്ലോ എപ്പോഴും സ്റ്റിറോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ കഴിക്കുമ്പം അവർക്ക് വെയിറ്റ് കൂടും, അല്ലെങ്കിൽ തന്നെ വെയിറ്റ് കൂടിയില്ലെങ്കിൽ പോലും അവർക്ക് പ്രഷറും ഷുഗറും പോലെയുള്ള മരുന്ന് അസുഖങ്ങളും കൂടെ വരാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ അതിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവർക്ക് 30 വർഷത്തിന് മുകളിലായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. അവരങ്ങനെ അതിന് പലതരം മരുന്നുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റുമറ്റോയ്ഡ് നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ആമവാദം എന്ന് പറയുന്നത്. അങ്ങനെ 15 വർഷമായിട്ട് അവർക്ക് ഡയബറ്റിക് ഉണ്ട്. ഇപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഫാറ്റി ലിവർ, അതുപോലെ ലിവർ ഫങ്ഷനിൽ, അതായത് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ലിവർ ഡിസീസിലേക്ക് വന്നിട്ടുണ്ട്. ആർത്രൈറ്റിസ് മാത്രമല്ല, ഫൈബ്രോമയാൾജിയ, മൊത്തത്തിൽ ഒരു ഹെൽപ്പ് ഇല്ലാതെ ബേസിക്കലി രാവിലെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കുറച്ച് ഡിഫോമിറ്റീസും, കുറച്ച് കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് വലിയ ഡിഫോമിറ്റീസ് വന്നിട്ടില്ല, എന്നാലും ജോയിൻസ് ഒക്കെ ഡിഫോംഡുമാണ്. അവരുടെ മരുന്നുകൾ നോക്കുകയാണെങ്കിൽ ഇൻസുലിൻ 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അതുപോലെ ഡയബറ്റീസിന് വേണ്ടിയിട്ട് മെറ്റ്ഫോമിന്, ടെനിഗ്ലിപ്റ്റിൻ അങ്ങനെ മരുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂണോസപ്രസൻ്റ് ആയിട്ട് മെയിൻലി എടുക്കുന്നത് ഈ ഓട്ടോഇമ്യൂൺ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ടുഫാസിനിബ് എന്ന് പറഞ്ഞൊരു ഇമ്മ്യൂൺ മോഡുലേറ്റർ വിഭാഗത്തിൽപ്പെട്ട മരുന്നാണ്. ഒരു ലേറ്റസ്റ്റ് മരുന്നിലാണ് വരുന്നത്. ഇതിനു മുമ്പ് അവർ പലതരം മരുന്നുകൾ എടുത്തിട്ടുണ്ട്. സ്റ്റിറോയിഡ്സ് എടുത്തിരുന്നു, മെത്തോട്രിക്സേറ്റ് എന്ന് പറഞ്ഞ മരുന്ന് എടുത്തിരുന്നു. അതിലൊന്നും പറ്റാതെ വന്നിട്ട് ലേറ്ററായിട്ട് ഇതിലേക്ക് മാറിയിരിക്കുന്നതാണ്. പിന്നെ കൊളസ്ട്രോളിനുമായിട്ട് റെസുവാസ്റ്റാറ്റിൻ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഈ ന്യൂറോളജിക്കൽ പെയിനായിട്ട്, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻറ്റിന് ന്യൂറോപ്പതി ഉണ്ടാകും, അതിനുവേണ്ടി ഗ്യാബാപെൻറ്റിനൊക്കെ എടുക്കുന്നുണ്ട്. ഈ പേഷ്യൻ്റ് ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ ടുഫാസിനിബ് എന്ന് മാത്രമല്ല, ഡയബറ്റീസിൻ്റെ മരുന്നൊക്കെ ഫസ്റ്റ് ഡേ തന്നെ നിർത്തും. അത് കഴിഞ്ഞിട്ടും ഇവർ മരുന്ന് ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പോലും HbA1c 8.4 നിന്നിരുന്നത് നമ്മൾ മരുന്നൊന്നും ഇല്ലാതെ തന്നെ അവരുടെ HbA1c 60 ഡേയ്സ് ആയപ്പോഴേക്കും ആക്ച്വലി HbA1c 6.7, 30 ഡേയ്സ് ആയപ്പോഴേക്കും 6.7 എത്താൻ പറ്റി. 60 ഡേയ്സ് ആയപ്പോഴേക്കും 6.2 വന്നു. അപ്പോൾ അങ്ങനെ ആ HbA1c പോലും നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നതാണ്. HbA1c നമ്മൾ ഡയബറ്റീസ് വഴി ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്.
അപ്പം എല്ലാ മരുന്നിൽ നിന്നും കൂടെയാണ് മാറുന്നത്. അല്ലാതെ നമ്മൾ സ്റ്റിറോയിഡ്സ് മാത്രമല്ല, ട്രൊഫാസിനിമ ഒന്നും മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് എല്ലാ സിംറ്റംസും കുറയ്ക്കാനും പറ്റി. അതുപോലെ അവർക്ക് കുറച്ച് ഓവർ വെയ്റ്റും ഒബീസിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ അതാണേലും ഓൾമോസ്റ്റ് ഒരു 11 kg 10 മാസം കൊണ്ട്, അതെ 11 kg 3 months കൊണ്ട് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ്, നമ്മുടെ ബോഡി കോമ്പോസിഷനാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്ത് ഇമ്മ്യൂണിറ്റിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ജീവിതശൈലിയിൽ ഇടയ്ക്കൊക്കെ തെറ്റിപ്പോകും, തെറ്റിട്ടുള്ള ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ വന്ന് എന്തെങ്കിലും പെയിൻ വന്നാലോ അല്ലെങ്കിൽ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസും കൂടെയാണ് നമ്മൾ യൂഷ്വലി ഇതിങ്ങനത്തെ പേഷ്യൻസിന് ഒരു എമർജൻസി സിറ്റുവേഷൻ. കണ്ടിന്യൂസ് മെഡിക്കേഷൻ്റെ കാര്യം വരുന്നില്ല. ജീവിതശൈലി തെറ്റിച്ചാൽ അസുഖം വരും. അപ്പോൾ അതിനകത്തുനിന്ന് ഓവർകം ചെയ്യാനുള്ള രീതികളും കൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത പേഷ്യൻ്റ് ബേസിക്കലി ഇവർക്ക് സ്കിൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണ്. ഇവർ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സോറിയാസിസും സോറിയാറ്റിക് ആർത്രൈറ്റിസും പോലെയുള്ളതിൽ അതിൽ MMF എന്ന് പറഞ്ഞ മെഡിസിനും അതൊരു വെരി സ്ട്രോങ് ഇമ്യൂണോസപ്രസൻ്റ് ആണ്. യൂഷ്വലി ആ മരുന്ന് തന്നെയാണ് നമ്മൾ ഈ കിഡ്നിയൊക്കെ മാറ്റി വെച്ചവർക്ക് ഉപയോഗിക്കുന്നതാണ്. മെക്കോഫിനോറ്റ് എന്നുള്ളതാണ്. പിന്നെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നുള്ള ഒരു മരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിറോയിഡും ഉണ്ട്. ഇത്രയും മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്കിന്നിൻ്റെ ആർത്രൈറ്റിസിൻ്റെ രണ്ടിനും കൂടെയാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്കും മരുന്നുകൾ നമുക്ക് മറ്റ് ഇവർക്ക് വേറെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ ഇതൊക്കെ എടുത്തിട്ട് അവരുടെ ഡയബറ്റിക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവർക്ക് ബേസിക്കലി ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. ഇതും നമുക്ക് വിതിൻ 3 months നമുക്കെല്ലാം മരുന്ന് ഇതെല്ലാം നിർത്തി അവരുടെ സ്കിന്നിൻ്റെ കണ്ടീഷനും ആർത്രൈറ്റിസിൻ്റെ കണ്ടീഷനും മച്ച് ബെറ്റർ ആകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മരുന്നില്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാളും ബെറ്റർ ഒരു ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ബോഡിയെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിലും അവർ ഇവിടെ ഒരു വെയിറ്റ് ആണെങ്കിൽ ഒരു ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. എന്നാലും ഒരു 8 kg 9 kgയോളം നമുക്ക് അതിനിടയിൽ, അതായത് ഫാറ്റ് കുറയ്ക്കുക, മസിലും ബോണും ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ തുടങ്ങുമ്പോൾ 32% ഫാറ്റ് ഉണ്ടായിരുന്നത് 3 months ആയപ്പോഴേക്കും അവരുടെ ഫാറ്റ് ലെവല് 28ലേക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കുടവയറൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ വയറിൻ്റെ സർക്കംഫറൻസ് ഓൾമോസ്റ്റ് 90 ഉണ്ടായിരുന്നത് അത് 70ലേക്ക് കുറയ്ക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മുടെ ബോഡിയുടെ കോമ്പോസിഷൻ കറക്റ്റ് ചെയ്താണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്ത് ഹോർമോൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്ത് നമുക്ക് എല്ലാ തരം മരുന്നിൽ നിന്നും മാറാൻ പറ്റും. പ്രൊവൈഡഡ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ പേസ് മേക്കർ ഇങ്ങനെ വെച്ചിരിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മരുന്ന് കഴിക്കണം. ബാക്കി എല്ലാത്തിൽ നിന്നും മാറാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി നമ്മുടെ ഈ ഇതിനകത്തുനിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കാണിക്കുന്നത്. അപ്പം ഉള്ളിൽ നമ്മൾ പേഷ്യൻറ്റും കൂടെ അതിനുള്ള ഒരു ഇൻട്രസ്റ്റ്. അപ്പം ബേസിക്കലി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് എത്ര നമുക്ക് ആരോഗ്യം വേണം എന്നുള്ളത് അവനവനാണ് ഡിസൈഡ് ചെയ്യാവുന്നത്. അപ്പം അതിനിപ്പോൾ ഉള്ള മാർഗങ്ങളായിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളിതെല്ലാം ഈ ഏറ്റവും ലേറ്റസ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ്സ് വെച്ചിട്ട് തന്നെയാണ് അത് അസസ് ചെയ്തുകൊണ്ടും കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നാളും ജീവിതശൈലി രോഗം മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് മരുന്ന് വെച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ അതിനൊരു കറക്റ്റായിട്ടൊരു മെത്തഡോളജി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഇത്തരം മരുന്നുകളിൽ നിന്നും ഡയബറ്റീസിൽ നിന്നും ഒക്കെ മാറാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രോബ്ലം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിലും ആരും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള തുടക്കത്തിലൊന്നും ആരും വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയില്ല. പലരും അസ്വസ്ഥതയൊന്നും ഇല്ലാന്നും പറഞ്ഞ് മരുന്ന് കഴിച്ചും കഴിക്കാതെ ആയിട്ട് ഡയബറ്റീസും ഒക്കെ നടന്നിട്ട് either ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുമോ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സ്റ്റെൻറ്റ് ഇടണമെന്ന് പറയുമ്പോൾ വന്നാലും എളുപ്പമാണ്. പക്ഷെ കിഡ്നി ഫെയിലിയർ ആയിട്ട് നമ്മൾ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞിട്ട് വരുമ്പം ഇന്ന് സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയാറ്റിനൊക്കെ ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഓർഗൻസിന് ഡാമേജ് വരുന്ന നിലയിൻ്റെ മുമ്പ് തന്നെ നേരത്തെ തന്നെ തുടങ്ങി ഈസി ആയിട്ട് നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മാറാം, മരുന്നുകളിൽ നിന്നും മാറാം എന്നുള്ളതാണ്. അപ്പം ആ ഒരു മെസ്സേജാണ് നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് പോസിബിൾ ആവും എന്നുള്ളതാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും
ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലൈഫ് കെയർ സെൻറ്റർ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബ് ചാനലിൽ നിന്നും അറിയാനാകും. താങ്ക് യു.